നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. രാവിലെയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുമെന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. കുറേയേറെ ഞായറാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ അഭിവാദ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാതെ കടന്നുപോയി. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇന്ന് ജമേലി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചുവരവിൻ്റെ, ജീവിതത്തിലേക്കുള്ള പാപ്പയുടെ മടങ്ങി വരവിൻ്റെ സന്തോഷമുള്ള ഞായറാഴ്ചയാണിന്ന്. ഏറെ നാളായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ ആരാവുമെന്നതിനെ സംബന്ധിച്ച് അക്കാര്യത്തിലും ഇന്നൊരു തീരുമാനം അറിയാം. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യം പക്ഷേ നമ്മൾ പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വാർത്തകളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്? കാസർഗോഡ് വിദ്യാനഗറിൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട നീന്തൽക്കുളം തുറക്കാത്തതിൽ അവിടെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. 3 മാസം മുൻപാണ് കുളം അടച്ചത്. ഇതോടെ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറുകയും ചെയ്തു. വിദ്യാനഗറിലെ സെമി ഒളിമ്പിക്സ് നീന്തൽക്കുളമാണ് 3 മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്നത്. പ്രവർത്തനം തുടങ്ങി 1 വർഷമാകും മുൻപേ നിർമ്മാണത്തിലെയും പരിപാലനത്തിലെയും വീഴ്ച മൂലം നീന്തൽക്കുളം അടയ്ക്കേണ്ടി വന്നു. ജലശുദ്ധീകരണത്തിനായുള്ള മോട്ടോറുകൾ കത്തുകയും ഷവറിന്റെ ടാപ്പുകളിൽ നിന്ന് ഷോക്കേൽക്കുകയും ചെയ്തതോടെ കുളം അടച്ചിടുകയായിരുന്നു. 1.5 കോടിയിലധികം ചെലവിട്ടായിരുന്നു നിർമ്മാണം. വൈദ്യുതീകരണത്തിലടക്കം അപാകതയുണ്ടെന്നാണ് ആക്ഷേപം. കുളം അടയ്ക്കുമ്പോൾ 2 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണി നടത്തുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. വൻ അഴിമതി തന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ജനങ്ങൾക്കൊരു ഫലപ്രദമായിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധർ കുറേ രാത്രി ഇങ്ങനെ വന്ന് തമ്പടിക്കുക, MDMA, കഞ്ചാവ് അങ്ങനത്തെ എല്ലാം കുറേ പിള്ളേർ ഇടുന്നു. ഞങ്ങൾ എത്രയോ ആൾക്കാർ ഓടിച്ചതുകൊണ്ട് ഇടുന്നു. പിന്നെ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡ് കച്ചര വേസ്റ്റ് കൊടുന്നിടുക. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ കളക്ടറെ കണ്ട്, ഞാൻ ഇവിടുത്തെ ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, കളക്ടറെ കണ്ട് പരാതി കൊടുത്ത് അവർ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടെല്ലാം പോയിട്ടുണ്ട്. പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ്. അവധിക്കാലത്തടക്കം നിരവധി പേർക്ക് നീന്തൽ പരിശീലിക്കാനാകുന്ന കുളമാണ് അനിശ്ചിതകാലമായി അടച്ചിട്ടിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വനനീരിനായി കൈകോർത്ത് കാസർകോട്ടെ മാധ്യമ പ്രവർത്തകർ. വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കാൻ ചെറുബണ്ട് തീർത്താണ് മാധ്യമ പ്രവർത്തകരും ഈ വേനൽക്കാലത്ത് ഒരു രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത്. വേനൽ കടുത്തതോടെ കാടുകളിലും കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ഇത് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങേണ്ട സാഹചര്യമൊരുക്കും. മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ കുടിനീർ ഉറപ്പാക്കുകയാണ് വനനീർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദൗത്യത്തിൽ മാധ്യമപ്രവർത്തകരും പങ്കാളികളായി. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. മൂളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനം വകുപ്പിന്റെ സഹായത്തോടെ ബണ്ട് പണിതത്. വനനീര് പദ്ധതിയിൽ 150 ചെറുതടയണകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊപ്പം ഫലവൃക്ഷ തൈകളും വെച്ചുപിടിപ്പിക്കും. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്നുള്ളൊരു സ്റ്റേറ്റ് പദ്ധതിയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് വന്യജീവി സംഘർഷങ്ങൾ കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് വെള്ളം, ഭക്ഷണം ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 100-ലധികം നമ്മൾ ചെക്ക് ഡാമുകളും ചെറിയ കുളങ്ങളൊക്കെ നമ്മൾ ജില്ലയിൽ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം ഒരു പ്രവൃത്തി നമ്മൾ പ്രസ് ക്ലബ്ബ് മുഖേനയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്വമേധയായിട്ടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട്, കാരണം ഇത്തരം വാർത്തകളൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടതും മനുഷ്യവന്യ സംഘർഷ ലഘൂകരണത്തിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗം എന്ന രൂപത്തിൽ തന്നെ പ്രസ് ക്ലബ്ബുകാർ ഇന്ന് ഇവിടെ വന്നുകൊണ്ട് അവരുടെ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്. 20ഓളം മാധ്യമപ്രവർത്തകരാണ് ഉൾക്കാട്ടിൽ തടയണ നിർമ്മാണത്തിൽ പങ്കാളികളായത്. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഒറ്റക്കൊമ്പന് വനം വകുപ്പ് ചികിത്സ ലഭ്യമാക്കുന്നില്ലെന്ന് പരാതി. കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം എത്തിയ ആനയാണ് പരിക്കേറ്റ നിലയിൽ കണ്ടത്. ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് കാട്ടുകൊമ്പനായ പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. ഇടതുവശത്തെ മുൻകാലിൽ ആഴത്തിൽ മുറിവേൽക്കുകയായിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാലിൽ 40 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണുള്ളതെന്നും
മുറിവ് ഉണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു സംഘത്തിന്റെ വിലയിരുത്തൽ. സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും സമിതി വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നതുവരെ RRT സംഘം നിരീക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും പരുക്കുള്ള സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകണമെന്ന ആവശ്യവുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ ജമാ മസ്ജിദിന്റെ നേതൃത്വത്തിലുള്ള ഔഷധക്കഞ്ഞി വിതരണത്തിന് 1 നൂറ്റാണ്ടിന്റെ പ്രായമാവുകയാണ്. ഔഷധക്കഞ്ഞി കഴിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഈ റംസാൻ മാസത്തിൽ ഇവിടെ എത്തുന്നത്. ഇക്കാലത്തിനിടയിൽ ലോക്ക്ഡൌൺ കാലത്ത് മാത്രമാണ് ഈ കഞ്ഞി വിതരണം മുടങ്ങിയിട്ടുള്ളത്. റംസാൻ മാസത്തിൽ മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ കാഴ്ചകൾ മാത്രമല്ല, 1 നൂറ്റാണ്ടായി തുടർന്നു വരുന്ന അന്നദാനത്തിന്റെ പുണ്യം കൂടിയാണ്. മൂന്നാർ ജുമാ മസ്ജിദിൽ നിന്നും വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞിക്കായി ജാതിമത ഭേദമില്ലാതെ ഓരോ നോമ്പുകാലത്തും ആളുകൾ ഇവിടെ എത്തും. ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. 1 നൂറ്റാണ്ട് മുൻപ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് ഔഷധക്കഞ്ഞി വിതരണം. 1 നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ കഞ്ഞി തയ്യാറാക്കൽ തുടങ്ങും. ദിവസവും 300 പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക. 1/4 നൂറ്റാണ്ടായി ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് സിന്താമുത്താർ മൈദീനാണ്. പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളയത്തു നിന്നും മൂന്നാറിലേക്കെത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഔഷധക്കഞ്ഞിയുടെ ആവശ്യക്കാർ. കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിൽ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി. ന്യൂസ് 18 ഇടുക്കി. കേരള ടൂറിസത്തിന്റെ പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇടുക്കി പീരുമേട് സർക്കാർ ഗസ്റ്റ് ഹൌസിന്റെ നവീകരണവും ഇക്കോ ലോഡ്ജ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കിക്ക് ടൂറിസം രംഗത്ത് കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ. മികച്ച റോഡുകൾ, നവീകരിച്ച അതിഥി മന്ദിരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള സമഗ്ര ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. മികച്ച റോഡുകളും ആതിഥേയ മികവും നിരവധി സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു. ലോകമെങ്ങും ട്രെൻഡ്സായി മാറിയ മൈ സ്റ്റോറീസ്, കോൺഫറൻസുകൾ, മീറ്റിംഗുകൾ, എക്സിബിഷനുകൾ തുടങ്ങിയവ നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കാനും വിദേശ സഞ്ചാരികളെ അടക്കം കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള ഇടപെടലാണ് ടൂറിസം രംഗത്ത് സർക്കാർ നടത്തുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുന്നത് ഇടുക്കിക്കാരായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രദ്ധ ചെലുത്തിയ ഒരു ജില്ലയാണ് ഇടുക്കി. ഇപ്പോൾ ഇവിടെ പീരുമേടിൽ ഇക്കോ ലോഡ്ജ് വരുന്നതോടുകൂടി കൂടുതൽ സഞ്ചാരികൾക്ക് ഇവിടെ താമസിക്കാനും പ്രകൃതി രമണീയമായ ഇടത്തെ ആസ്വദിക്കാനും സാധിക്കും. ഇടുക്കിയിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വനം വകുപ്പുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ഗവി, വാഗമൺ, തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായി 5.5 കോടി രൂപ ഭരണാനുമതി നൽകിയതിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വാഗമണിലെ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഗമണിനെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കടലുകൾ, മലയോര മേഖലകൾ, ബീച്ചുകൾ, ഇടനാടുകൾ തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന് പ്രകൃതിദത്തമായ വേദികളാണ്. അതിനാലാണ് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. വർക്കലയിലെ സർഫിംഗ് മത്സരങ്ങൾ, അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരങ്ങൾ, വയനാട് മൗണ്ടൻ ഡെറ്റൈൻ ബൈക്കിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവ കേരളത്തിലെ ഈ മേഖലയിലെ മുതൽക്കൂട്ടാണ്. ട്രെക്കിംഗ്, ഹൈക്കിംഗ് പാതകളുടെ മാപ്പ് തയ്യാറാക്കാനും വകുപ്പിന് പദ്ധതിയുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വാഗമണിലെ ഈ പാരാഗ്ലൈഡിങ്. ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ക്ലൈമറ്റാണ്, വളരെ തണുത്ത കാറ്റ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. മൂന്നാർ കാണാം, ഇടുക്കി ഡാം കാണാം, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം, ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന
കേന്ദ്രമായി വാഗമൺ മാറുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും. കോവിഡിന് ശേഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയ വർഷമാണ് 2024. ഈ വർഷം റെക്കോർഡ് മറികടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയ ജില്ല ഇടുക്കിയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയും അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയുടെയും എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയുമാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡ് ഇൻ ആക്യുറസി കപ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ഒരു വശത്ത് നമ്മളിങ്ങനെ ടൂറിസം സാധ്യതകളെ പറ്റിയും അതുമൂലമുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയും ഒക്കെ പറയുമ്പോഴാണ് മറുവശത്ത് ആനപ്പേടിയിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കാര്യം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മലയോര നിവാസികൾക്കാണ് ഈ ദുര്യോഗം. വേനൽ കടുക്കുന്നതിനനുസരിച്ച് ഉൾവനങ്ങളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ആനകളെ പേടിച്ചാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകളുടെ ആക്രമണം ഭയന്ന വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ്. വനത്തിനുള്ളിലുള്ള വില്ലുമല ആദിവാസി കോളനി നിവാസികൾ പട്ടണം കാണുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. മലയോര പാതയിൽ കാട്ടാനയും കാട്ടുപോത്തും തമ്പടിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിൽ ആക്കുന്നത്. സ്കൂൾ വാഹനങ്ങൾക്ക് വനം വകുപ്പ് അകമ്പടി പോകേണ്ട സാഹചര്യമാണ്. കുളത്തൂപ്പുഴ തെമ്മല വനമേഖലയിൽ നിരന്തരമായ വന്യമൃഗ ആക്രമണമാണ്. മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ നാൾക്ക് നാൾ വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. യാതൊരു വിധമായ നിയമ നടപടികളോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു ദിവസം ഒരാക്രമണം പോലും നടക്കാത്ത ഒരു ദിവസവുമില്ല. ഈ നിലപാട് മുന്നോട്ട് നടന്നാൽ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുന്നോട്ട് പോകുന്നത്. വന്യജീവിക്ക് കൊടുക്കുന്ന പരിരക്ഷ പോലും സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്നില്ല. ഫലഭൂയിഷ്ടമായ മണ്ണായതിനാൽ ചീനി, ചേമ്പ്, തെങ്ങ്, റബ്ബർ, വെറ്റക്കൊടി ഉൾപ്പെടെ നിരവധി കൃഷികളാണ് ഇവിടെ പ്രദേശവാസികൾ ചെയ്തു വരുന്നത്. എന്നാൽ മാസങ്ങളായി ഒരു കൃഷിയിൽ നിന്നുപോലും ആദായം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണിവിടെ. കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ സമസ്ത മേഖലകളിലും നാശം വിതച്ചാണ് തിരികെ പോകുന്നത്. പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും തിരികെ വനത്തിലേക്ക് ഓടിക്കാൻ പ്രദേശവാസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം സ്ഥിരപരിചിതമായതിനാൽ വയർ നിറച്ച ശേഷം മാത്രമേ ആനകൾ വനത്തിലേക്ക് മടങ്ങുകയുള്ളൂ. ആനയുടെ ആക്രമണത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കുവാൻ സോളാർ വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികളുടെ ദശാബ്ദങ്ങളായുള്ള ആവശ്യം ഇനിയും നടപ്പിലായിട്ടുമില്ല. ന്യൂസ് 18 പുനലൂർ. കോതമംഗലം താളുംകണ്ടം പൊങ്ങിൻചുവടി നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. കോതമംഗലവുമായി ബന്ധപ്പെടുത്തി ഇവിടെ KSRTC സർവീസ് പുനരാരംഭിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം ആദിവാസി നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. 2 നഗരിലെയും ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് KSRTC വേണമെന്നുള്ളത്. ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത നൽകുന്ന സർവീസാണിത്. സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആന്റണി ജോൺ MLAയും എൽദോസ് കുന്നപ്പള്ളി MLAയും സംയുക്തമായി കോതമംഗലം KSRTC ഡിപ്പോയിൽ വെച്ച് നിർവഹിച്ചു. പൊങ്ങിൻചുവട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് കോതമംഗലം പെരുമ്പാവൂർ ചെമ്പറക്കി പൂക്കാട്ടുപടി കാക്കനാട് വഴി എറണാകുളത്തേക്കും 10:50 തിരിച്ച് ആലുവ പെരുമ്പാവൂർ വഴി കോതമംഗലത്തേക്കും കോതമംഗലത്ത് നിന്ന് വൈകിട്ട് 5:10 ചക്കിമേട്, വടാട്ടുപാറ, ഇടമലയാർ, താളുംകണ്ടം, പൊങ്ങിൻചുവട്ടിലേക്കുമാണ് സർവീസ് നടത്തുന്നത്. ന്യൂസ് 18 കോതമംഗലം. ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ ലഹരി മുക്ത കായംകുളം പദ്ധതിയുമായി പോലീസ്. കായംകുളം DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലാണ് ലഹരി മുക്ത കായംകുളം പദ്ധതി നടപ്പാക്കാൻ പോലീസ് ഇറങ്ങുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കായംകുളം DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ പോലീസ് ലഹരിമുക്ത കായംകുളം പദ്ധതി നടപ്പിലാക്കുന്നു. സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷത്തിൽ
ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. എക്സൈസ് വകുപ്പ്, റെസിഡൻസ് അസോസിയേഷനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ നമുക്ക് ഈ മേഖലകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കിക്കൊണ്ട് ലഹരിയിൽ വിമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടേത്. അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആലോചന യോഗം വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഓരോ ആശയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു വർഷം എന്തെല്ലാം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാവുന്നുള്ള അന്തിമ തീരുമാനം നമ്മൾ ആ കമ്മിറ്റിയിലാണ് എടുക്കുന്നത്. നഗരസഭയിലെ 44 വാർഡുകൾ, കൃഷ്ണപുരം, ദേവികുളങ്ങര പഞ്ചായത്തുകൾ, പത്തിയൂർ, ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളിലെ കുറച്ചു വാർഡുകൾ എന്നിവ ചേർത്ത ഒരു ക്ലസ്റ്റർ രൂപീകരിക്കും. പ്രദേശത്തെ 30 മേഖലകളാക്കി തിരിക്കും. ഓരോ മേഖലയിലും ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ ചെറിയ യൂണിറ്റുകൾ രൂപീകരിക്കും. യൂണിറ്റുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെയും വിപണനം ചെയ്യുന്നവരെയും യൂണിറ്റുകളിലൂടെ കണ്ടെത്താൻ കഴിയും. 100 പേരുടെ ഒരു ക്ലസ്റ്റർ കമ്മിറ്റിയാണ് രൂപീകരിക്കുക. MLA, DYSP, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ എന്നിവരെയും ഓരോ യൂണിറ്റിൽ നിന്നും 2 പേരെ വീതവും ഉൾപ്പെടുത്തിയാണ് ക്ലസ്റ്റർ കമ്മിറ്റി രൂപീകരിക്കുക. ക്ലസ്റ്റർ കമ്മിറ്റിയാണ് യൂണിറ്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. കൂടാതെ UP സ്കൂളുകൾ മുതൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഉണ്ടാകും. ഓരോ സ്കൂളിലും ഒരു പോലീസുകാരനെ ഇതിനായി ചുമതലപ്പെടുത്തും. കുട്ടികളെയും ഉൾപ്പെടുത്തിയാണ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇതിലൂടെ ഓരോ സ്കൂളിലെയും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയും ഇവ വിപണനം ചെയ്യുന്നവരെയും കണ്ടെത്താനും കഴിയും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ഇവരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. ലഹരിമുക്ത കായംകുളം സ്റ്റിക്കറുകൾ സ്ഥാപനങ്ങളിൽ പതിപ്പിക്കും. ഇതിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നമ്പറുകളും ഉൾപ്പെടുത്തും. ലഹരി വിപണനവും ഉപയോഗവും കണ്ടെത്താൻ ഇത് സഹായിക്കും. ലഹരിമുക്ത കായംകുളം പദ്ധതിക്കായി വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. ഇടുക്കി തടിയനാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തടിയമ്പാട് മൊഹിദ്ദീൻ ജുമാ മസ്ജിദിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ, സെക്രട്ടറി മനുരാജ്, മൊഹിദ്ദീൻ പള്ളി ഇമാം അബ്ദുൽ അസീസ് മൗലവി, പ്രസിഡന്റ് KI അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തടിയമ്പാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വൈകിട്ട് നോമ്പ് തുറവയ്ക്കും നിസ്കാര ചടങ്ങുകൾക്കും ശേഷം തടിയൻപാട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരത്തിൽ പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അവിസ്മരണീയമായ നാളുകളാണ് നോമ്പിന്റെ ഒരു മാസക്കാലമെന്ന് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് മൗലവി പറഞ്ഞു. ഏതായാലും ഇന്നത്തെ ഈ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായി നോമ്പ് തുറക്കുന്ന വിഭവങ്ങളും ഒക്കെയായി നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭക്ഷണമെല്ലാം എത്തിച്ചു തന്നുകൊണ്ട് ഈ ഇഫ്താറിൽ പങ്കുചേരുകയും ചെയ്തിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവർ ഈ ഇഫ്താറിൽ പങ്കെടുത്തതിന് അവർക്ക് എല്ലാവിധ ആശംസകളും നന്ദികളും ഞാൻ അർപ്പിക്കുകയാണ്. സഹോദര സമുദായങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എക്കാലവും നിലനിൽക്കുവാൻ ഇത്തരം ചടങ്ങുകൾ ഉപകാരമാകുമെന്ന് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ പറഞ്ഞു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും തന്നെ നമ്മുടെ സഹോദരങ്ങളാണ്. ന്യൂസ് 18 ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലൊക്കെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.